യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 20 വരെയും 25 മുതൽ 26 വരെയുമുള്ള തിരുവചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കുക. കർത്താവ് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു. സമൃദ്ധമായ അരൂപിയുടെ വർഷം നമുക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു. നമ്മെ അനാഥരായി വിടുകയില്ല എന്ന് കർത്താവ് നമുക്ക് ഉറപ്പു തരുന്നു. ഇന്നത്തെ ആദ്യ വായന പഴയ നിയമ വായന സംഖ്യയുടെ പുസ്തകത്തിലെ 11-ാം അധ്യായമാണ്. അവിടെ മോശയ്ക്ക് സഹപ്രവർത്തകരായി 70 പേരെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുന്ന രംഗമാണ് നമ്മൾ കാണുക. എന്നിട്ട് പറയുന്നു, കർത്താവിന് ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവിടെ തന്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. മോശയുടെ വലിയ സ്വപ്നം, ആഗ്രഹം ഈശോയുടെ വാക്കുകളിലാണ് പൂർത്തിയാവുക. എന്നും കൂടെ വസിക്കാൻ എല്ലാവർക്കും ദൈവം പരിശുദ്ധാത്മാവിന് നൽകുന്ന ആ രംഗമാണ് നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണുക. 3 കാര്യങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രത്യേകമായ ദൗത്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധാത്മാവ് പാറക്ലേത്ത, ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? പല അർത്ഥങ്ങൾ അതിനുണ്ട്. നമ്മൾ ചിന്തിക്കുക ഈ വാക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥങ്ങളാണ്. ആശ്വാസകൻ, നമുക്ക് വേണ്ടി വാദിക്കുന്ന നമ്മുടെ വക്കീൽ, അഡ്വക്കേറ്റ്, സഹായകൻ, ആശ്വാസകൻ, ഇങ്ങനെയുള്ള നിരവധിയായ അർത്ഥങ്ങൾ പാറക്ലേത്ത എന്നുള്ള പദത്തിനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം ഓർക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും, പ്രത്യേകിച്ച് ദുഃഖവും വേദനയും നിറഞ്ഞ അവസ്ഥകളിലൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാനായിട്ട് എപ്പോഴുമുണ്ട്. നമ്മുടെ വലിയ ആശ്വാസകനും നമ്മുടെ സഹായകനുമാണ്. പരിശുദ്ധാത്മാവിന് അഭയം ഗമിക്കുന്നവർക്ക് ജീവിതത്തിലെ നിരവധിയായ പ്രശ്നങ്ങളിലെ എപ്പോഴും ഉറപ്പുള്ള സംരക്ഷകനായിട്ട്, എന്നും കൂടെ വസിക്കുന്നവനായിട്ട് പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്. പഴയ നിയമത്തിലേതുപോലെയല്ല. പ്രത്യേകിച്ച് ആ ആത്മാവിൻ്റെ കൃപ എല്ലാവരിലും എല്ലാ സമയത്തും വർഷിക്കാൻ അവിടുന്ന് തയ്യാറാണ്. നാം തുറവിയോടെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നാൽ മതി. പരിശുദ്ധാത്മാവിൻ്റെ സഹായം അഭ്യർത്ഥിച്ചാൽ മതി. രണ്ടാമത് നമ്മൾ ചിന്തിക്കുക, പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു എന്നുള്ള വസ്തുതയാണ്. പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഗുരുവാണ്, നമ്മുടെ വഴികാട്ടിയാണ്, സർവോപരി നമ്മുടെ മെൻറ്ററാണ്. എന്ന് നമുക്കറിയാം, ഈ പദം മെൻറ്ററിങ് ഒക്കെ വളരെ നന്നായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നൊരു കാലഘട്ടമാണ്. ഗ്രീക്ക് പുരാണത്തിൽ നിന്ന്, ഒഡീസിയിൽ നിന്ന് വന്നിട്ടൊരു വാക്കാണ്. ഒഡീസി ദീർഘയാത്രയ്ക്ക് പോകുമ്പോൾ തൻ്റെ മകനെ ഏൽപ്പിക്കുന്നത് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മെൻറ്റർ എന്നുള്ള ആ വ്യക്തിയാണ്. പിന്നീട് സാഹിത്യത്തിലേക്കൊക്കെ വരുമ്പോഴാണ് ഈ മെൻറ്റർ എന്നുള്ള പദം അടുത്ത കാലത്ത് അത് വളരെ പ്രചാരത്തിലാവുന്നത്. മെൻറ്റർ എപ്പോഴും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവനാണ്, നമ്മെ വഴി നടത്തുന്നവനാണ്, അറിവ് പങ്കുവെക്കുന്നവനാണ്, പ്രത്യേകിച്ച് നമ്മെ വളർത്തുന്നവനാണ്. എ ട്രസ്റ്റഡ് ഗൈഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പരിശുദ്ധാത്മാവ് നമുക്ക് എന്നും വിശ്വസിക്കാവുന്ന നമ്മുടെ ട്രസ്റ്റഡ് ഗൈഡാണ്. അപ്പോൾ ഈ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് വഴിതെറ്റാതെ പോകാൻ സാധിക്കും. ഇന്നത്തെ കാലഘട്ടത്തിലേറെ അബദ്ധ സിദ്ധാന്തങ്ങൾ ഒക്കെ വളരുന്ന കാലഘട്ടത്തിൽ സത്യമേതാണ്, യഥാർത്ഥ പ്രബോധനം ഏതാണ് എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ശരിയായ പാത തിരഞ്ഞെടുക്കാൻ സഭയുടെ പ്രബോധനം എന്താണ് എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ഉള്ള ഒരു പ്രചോദനം കൂടി പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. ദൈവശാസ്ത്രം പഠിക്കാൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാൻ, സഭയുടെ തത്വങ്ങൾ, പ്രബോധനങ്ങൾ, നിയമങ്ങളൊക്കെ പഠിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ
മതാധ്യാപകർ ഈ വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നത്. വികാരിച്ചനും വൈദികരൊക്കെ സമർപ്പിതരൊക്കെ ഏറ്റെടുക്കുന്നത് ഈ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമാണ്. അതിൽ നമ്മൾ ഒരിക്കലും പിന്മാറരുത് എന്നുകൂടി ഈ ദൗത്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കാൽക്കലിരുന്ന് പഠിക്കാൻ, അവിടെ നിന്ന് പഠിക്കാനായിട്ട് നമുക്കെപ്പോഴും സാധിക്കട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മൂന്നാം നമ്മൾ ചിന്തിക്കുക, പരിശുദ്ധാത്മാവ് നമ്മളെ ഈശോ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം അനുസ്മരിപ്പിക്കുമെന്നുള്ളതാണ്. ഓർമ്മിപ്പിക്കും. എന്താണ് ഈശോ ഓർമ്മിപ്പിക്കുക, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുക? ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ വലിയ സ്നേഹം, അവിടുത്തെ ഫിഡലിറ്റി, ഒപ്പം തന്നെ നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ പോരായ്മകൾ, നമ്മുടെ ഫ്രജിലിറ്റി, അതും പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കും. എന്നിട്ട് നിരന്തരം ദൈവത്തിൻ്റെ വഴിയിലൂടെ പോകാൻ നമ്മെ പ്രചോദിപ്പിക്കും. ഈ അനുസ്മരണം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിലെ 16 മുതൽ 22 വരെയുള്ള ആ വചനങ്ങളാണ് നമ്മൾ വായിക്കുക. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നാണ് പറയുന്നത്, ഗ്രീക്കിൽ ഫലം എന്നാണ് പറയുക. അത്രയാണ്, സിംഗുലറായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആത്മാവിൻ്റെ ഫലം ഏതൊക്കെയാണ്? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇതിങ്ങനെ 9 പ്രത്യേകമായിട്ടുള്ള നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വൃക്ഷത്തിൻ്റെ ഫലങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ആത്മാവിൽ വളരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഫലങ്ങൾ ചൂടാൻ സാധിക്കുമെന്ന് കൂടി പ്രത്യേകമായിട്ട് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ശക്തമായ സാന്നിധ്യമായിട്ട് ഉണ്ടാകട്ടെ. ഈ ഇന്നത്തെ തിരുവചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. പ്രത്യേകമായി പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനും നമ്മെ ആശ്വസിപ്പിക്കുന്നവനും നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്നവനുമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഗുരുവും മെന്ററുമാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ നിരന്തരം നന്മയിലേക്കും സത്യത്തിലേക്കും സ്നേഹത്തിലേക്കും സർവോപരി ദൈവത്തിൻ്റെ ആ വിശ്വസ്തതയിലേക്കും കാരുണ്യത്തിലേക്കും നമ്മെ നിരന്തരം നയിച്ചുകൊണ്ട് ദൈവികമായി ഈ കാര്യങ്ങൾ നമ്മിൽ പ്രചോദിപ്പിക്കുന്നവനാണ്, അനുസ്മരിപ്പിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവിൻ്റെ സമൃദ്ധമായ ദാനങ്ങൾ നമ്മിൽ നിറയുവാൻ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ആമേൻ.